ഹലോ. അങ്ങനെ നാട്ടിലോട്ട് പോയി തിരിച്ചു വരുന്ന വഴിയാണിത്. പിന്നെ കർണാടക വിട്ട് കേരളത്തിലോട്ട് കയറുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കേരള ചെക്ക് പോസ്റ്റ് കടന്ന് കേരളത്തിലോട്ട് കയറി. അങ്ങനെ ഞാനിപ്പോൾ പോയത് എൻ്റെ സ്വന്തം വീട്ടിലല്ല, ഏട്ടൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഫോറസ്റ്റ് കൂടി യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ വയനാട് കാട്ടിക്കുള വഴി മൈസൂർ യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഫോറസ്റ്റ് കൂടി യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഏർമാടകൾ കാണാൻ സാധിക്കും. അതായത് ഏർമാടം വെച്ചാൽ ഒരു വീട് പോലെ മരത്തുമേലെ നിർമ്മിക്കുക. അതിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും. നല്ല രീതിയിലല്ലാണ്ടും ചെറിയ രീതിയിൽ കിടന്ന് വിശ്രമിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരിക്കും അത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഫോറസ്റ്റ് കൂടി യാത്ര ചെയ്യുമ്പോൾ പരമാവധി മെല്ലെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് വണ്ടി നല്ല സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് കണിക്കുന്ന പൂ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഫോറസ്റ്റ് കൂടി യാത്ര ചെയ്യുമ്പോൾ പരമാവധി പ്ലാസ്റ്റിക് നമ്മൾ പുറത്ത് കളയാണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ കാട്ടിക്കുള ടൗണിലെത്തി. ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞ് പിന്നെ തീരുമാനിച്ചു തോൽപ്പട്ടി വഴി കുട്ടേട്ടൻ്റെ അപ്പപ്പീടിയയിലോട്ട് പോയി ഒരു കട്ടൻ ചായ അപ്പമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അടുത്തേക്ക് പോകുമക്ക്. അപ്പോൾ കാട്ടിക്കുളന്ന് തോൽപ്പട്ടി തിരുനെല്ലി പോകുന്ന റൂട്ടാണ് ഇത്. ഈ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ കാപ്പിത്തോട്ടം കാണാൻ സാധിക്കും. അങ്ങനെ രണ്ട് സൈഡ് കാപ്പിത്തോട്ടമെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് രണ്ട് സൈഡ് ഫോറസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോറസ്റ്റ് കൂടി യാത്ര ചെയ്യുമ്പോൾ പരമാവധി മെല്ലെ പോകാൻ ശ്രമിക്കാം. നമ്മൾ പതിയെ പോയത് കൊണ്ട് കുറച്ച് മാങ്കൂട്ടകൾ കണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് മെല്ലെ യാത്ര തുടർന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇരുട്ടിൽ പോകുമ്പോൾ അധികം നമുക്ക് ആനേനെ കാണാൻ സാധിക്കും. അപ്പോൾ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ കാണുന്നൊരു ഭാഗ്യമല്ലേ. നമ്മൾ ഫോറസ്റ്റ് കൂടി യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ കാട്ടിന് പ്രത്യേക ഒരു ഭംഗിയായിരിക്കും. ഒരു നല്ല കളർഫുള്ളായിരിക്കും. ചില സമയത്ത് നല്ല പച്ചയായിരിക്കും, ചില സമയത്ത് നല്ല ഇളം പച്ചയായിരിക്കും. അപ്പോൾ ചില ഇലകൾ കാണാൻ സാധിക്കുമ്പോൾ നല്ല മഞ്ഞ കളറായിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ യാത്ര പോകും നമുക്ക് ഫോറസ്റ്റ് കൂടി യാത്ര ചെയ്യുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ റൂട്ടിൽ പോകുമ്പോൾ അധികം നമുക്ക് ആനേനെ കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ആനേനെ കണ്ട് 3 ആന ഉണ്ടായിരുന്നു.
പിന്നെ പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വണ്ടി എപ്പോഴും ഓനിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക, ഓഫാക്കരുത്. പിന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വീഡിയോ എടുക്കുന്നത് അതൊക്കെ ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ആനകളൊക്കെ കണ്ട് നേരെ അപ്പം പിടി വരെ പോയി. അവിടുന്ന് അപ്പോൾ ഓർഡർ ചെയ്ത് കട്ടൻ ചായ കൂടി ഓർഡർ ചെയ്ത് അത് കുടിച്ച് കൈക്കൊള്ള ചെയ്ത് അവിടുന്ന് വീട്ടിലേക്കുള്ള സാധനം കൂടി വാങ്ങി അവിടുന്ന് വീട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായം അറിയിക്കാനും മറക്കല്ല. അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.